നമ്മൾ കണ്ണൂരുകാർ പൊതുവേ സൽക്കാരപ്രിയരാണ്. അതുകൊണ്ടെന്താ നമുക്ക് കണ്ണൂരുകാർക്ക് സൽക്കാരങ്ങളും കുറച്ച് കൂടുതലാണ്. സൽക്കാരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തക്കാരക്കോയിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. 2 കിലോ ചിക്കൻ നല്ലോണം ഒന്ന് വരഞ്ഞെടുക്കുക. മാരിനേഷന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വിനീഗർ, വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇത് ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. 1 മണിക്കൂറിന് ശേഷം കുക്കർ എടുക്കുക. ആ ചിക്കൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വേവിച്ച് വെച്ച ചിക്കനില്ലേ അത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ എൻ്റെ കളി കാരണം പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വന്നിട്ടാകുമ്പോൾ 2 പച്ചമുളകും 2 തക്കാളിയും ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ വേവിച്ചപ്പോഴുള്ള സ്റ്റോക്ക് കൂടി ചേർത്തിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുക. ഒന്ന് വറ്റി വന്നിട്ടാകുമ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഗ്രേവിയെല്ലാം തിക്കായി വന്നിട്ടാകുമ്പോൾ മല്ലി പുതിന ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിൻ്റെയോ പൊറോട്ടൻ്റെയോ നെയ്ച്ചോറിൻ്റെയോ കൂടെ നല്ലൊരു പിടിപിടിക്കുക. സംഭവം ഒരു 6 ഐറ്റാന്ന് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും. ഇഷ്ടമാണെങ്കിൽ നമ്മളെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ.